എന്റെ അനിയൻ ഇങ്ങനെ ഒരു ചതി നിന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മോളെ. അവൻ ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞു. ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്നവരോട് സംസാരിക്കേണ്ട ഭാഷ ഇതല്ല. അതെനിക്ക് അറിയാൻ പാടില്ലാത്തതുമല്ല. ഇവളൊരു പരാതി എഴുതി തന്നാ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതൊന്നും വേണ്ട, ഞാൻ വഴക്കിനില്ല. അപ്പൊ നിനക്കുണ്ടായ അപമാനം അത് സഹിക്കാനാണോ തീരുമാനം? അവൻ ഇങ്ങനൊന്നും പെരുമാറുന്ന ആളെ അല്ലായിരുന്നു. ഇനി ചിലപ്പോ അല്ല, ആ ഹൃദയം മാറ്റിവെച്ചതിന് ശേഷം എന്തൊക്കെ പറഞ്ഞാലും അത് വേറൊരാളുടെ ആണല്ലോ. ഓ, ഹൃദയം മാറിയപ്പോ സ്വഭാവവും മാറിയെന്ന്. അങ്ങനെയൊന്നും മെഡിക്കൽ സയൻസിൽ പറയുന്നില്ല. ഇത് മറ്റെന്തോ കാരണം കൊണ്ടാ. ആ കാരണം അവളായിരിക്കും, ആ ദേവിക. വെറുതെ ആ പാവത്തിനെ കുറ്റം പറയണ്ട. ഞാനെടുത്ത തീരുമാനത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. തീരുമാനം എടുക്കുന്നതിനൊന്നും ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ അതിലൊരു മാന്യത ഉണ്ടായിരിക്കണം. എനിക്ക് ഇത്രയും മാന്യതയുള്ളൂന്ന് അങ്ങ് കൂട്ടിക്കോ. വക്കീലിന്റെ വീടായിപ്പോയി. അല്ലെങ്കിൽ ഇതിന് ഞാൻ വേറൊരു രീതിയിൽ മറുപടി പറഞ്ഞേനെ. മനുഷ്യനാ ഞാനും. എനിക്കുണ്ട് ഈ മനസ്സെന്ന് പറയുന്ന സാധനമൊക്കെ. മോഹിപ്പിച്ചിട്ട് ഇതുവരെ ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. അല്ലെങ്കിൽ പറയട്ടെ, കൊടുത്ത വാക്ക് തെറ്റിച്ചു എന്ന് പറഞ്ഞ ആ നിമിഷം ഞാൻ എന്റെ തീരുമാനം മാറ്റാൻ തയ്യാറാ. പറയില്ല, പറയാൻ കഴിയില്ല. കാരണം അങ്ങനൊരു ഉറപ്പ് ഞാൻ ആർക്കും കൊടുത്തിട്ടുമില്ല. എന്നാലും ഒരു പെണ്ണിനെ നീ കരയിപ്പിച്ചില്ലടാ. അത് ശരിയാണെന്ന് സിദ്ധു നിനക്ക് തോന്നുന്നുണ്ടോ? അതിന്റെ തിരിച്ചടി എന്താന്നേലും നീ അനുഭവിക്കേണ്ടി വരും. ഓ, ഞാൻ അനുഭവിച്ചോളാം. ഇത്രയും കാലം ഓരോന്ന് അനുഭവിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ. അതിന്റെ കൂടെ ദേ ഇതും കൂടി. സാരമില്ല, ഞാൻ അങ്ങ് സഹിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവനിതെന്തു പറ്റി. നല്ല കൈവേഷം കൊടുത്തിട്ടുണ്ടാവോ എന്തോ. അല്ല, അതിനും മടിക്കില്ല ചിലര്. മോളെ, നിന്നോട് എന്തു പറയണമെന്ന് എനിക്കറിയില്ല. അവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. ക്ഷമിക്കരുത്. മോനെ, നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരബദ്ധം ഒരിക്കലും നിന്റെ ഭാഗത്തുനിന്ന് വരാനിടയില്ലെന്ന് വിശ്വസിക്കുന്നതാ എനിക്കിഷ്ടം. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. എന്നാലും മോനെ, ഒരച്ഛൻ എന്ന നിലയിൽ പറയുക, ഇപ്പൊ നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഇത്തിരി കൂടി നയത്തിലും മയത്തിലും നിനക്ക് ചെയ്യാമായിരുന്നു. എന്തൊക്കെയായാലും അതൊരു പെൺകുട്ടിയല്ലേ.
അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു. അച്ഛാ, ഒന്നും മനഃപൂർവ്വമല്ല. അച്ഛൻ പറഞ്ഞത് തക്കതായ കാരണമില്ലാതെ ഞാനൊന്നും ചെയ്യില്ലെന്നല്ലേ? ശരിയാ, കാരണമുണ്ട്. പക്ഷേ അതെന്താണെന്ന് ഇപ്പൊ വെളിപ്പെടുത്താൻ എനിക്ക് കഴിയത്തില്ല. സമയം വരട്ടെ, എല്ലാം ഞാൻ തന്നെ പറയാം. അത് കേട്ട് കഴിയുന്നതോടെ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്ന എല്ലാവരും പറയും ഞാൻ ചെയ്തതായിരുന്നു ശരിയെന്ന്. കുഞ്ഞളിയൻ ചടങ്ങിന്റെ ഇടയിൽ കയറി പറഞ്ഞതാ കുഴപ്പമായത്. ആകെ നാണക്കേടായി. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇങ്ങനൊരു നാണക്കേട് അവർ സ്വയം വരുത്തി വെച്ചതല്ലേ. എല്ലാം വെട്ടിപ്പിടിക്കാനാ അവർക്ക് താല്പര്യം. അത് ഞാൻ അനുവദിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? അതില്ല. എന്നാലും നടേശന ആള്, അയാൾ ഇതിന് പ്രതികാരം ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടോ? എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നേരിടാൻ ഞാൻ തയ്യാറാ. ഒരു സത്യം അളിയനടക്കം എല്ലാവരും തിരിച്ചറിയണം. ഒന്നും കാണാതെയല്ല ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അത് ഞാൻ ഊഹിച്ചു. പക വെച്ച് പെരുമാറുന്ന ആളൊന്നുമല്ലോ കുഞ്ഞളിയൻ. കുഞ്ഞളിയൻ കാരണം ആരും ബുദ്ധിമുട്ടരുത് എന്ന് നല്ല നിർബന്ധമുള്ള ആളാണെന്നും അറിയാം. അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ നടന്ന സംഭവങ്ങളിൽ ഒരു ദുരൂഹതയുണ്ട്. അത് മാറണമെങ്കിൽ കുഞ്ഞളിയൻ മനസ്സ് തുറക്കണം. എന്തുകൊണ്ടാണ് ഈ ചടങ്ങിന്റെ മധ്യത്തിൽ വെച്ച് വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളത് കാരണം അളിയന് മാത്രമേ അറിയുള്ളൂ. അത് തുറന്നു പറയാത്തിടത്തോളം കാലം അളിയൻ തെറ്റുകാരനായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. നിങ്ങളും എന്നെ അങ്ങനെയാണോ കാണുന്നത്? ഇല്ല, തക്കതായ കാരണം കാണും. അല്ലെങ്കിൽ അളിയൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് കരുതാനുള്ള വിവേകം ഞങ്ങൾക്കുണ്ട്. അതെ, അത് തന്നെ എനിക്കും തോന്നുന്നത്. എന്തായാലും അളിയൻ നടേശനെ ഒന്ന് സൂക്ഷിച്ചോ. എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. കൊത്തും അയാള്, പാമ്പ് കൊത്തുന്നത് പോലെ. അതിനുള്ള അവസരം അളിയനായിട്ടുണ്ടാക്കരുത്. ഞാനിപ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ നടന്നത് മുഴുവൻ ഞാൻ മറക്കാം.